കഴിഞ്ഞ 3 ദിവസമായി തിരുവനന്തപുരത്ത് ചേരുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗം BV രാഘവലുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. പ്രധാനമായും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കമലേഷ്, ഇപ്പോൾ ഇന്ന് ഈ ഒരു യോഗം അവസാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ആ യോഗത്തിൽ ചർച്ച ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒന്ന്, ഈ ഇലക്ഷൻ സാഹചര്യം, അതിനോടൊപ്പം തന്നെ കേരളത്തിനെതിരെയുള്ള കേന്ദ്രത്തിന്റെ ഈ ഒരു പകയുള്ള ആ ഒരു അതിനെതിരെയും വളരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും അവിടെ തീരുമാനമായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, തീർച്ചയായും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്ന് 3-ാം ദിവസം, സമാപന ദിവസമാണ് ഇന്ന്. ഏതായാലും സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം BV രാഘവലുവിന്റെ അധ്യക്ഷതയിലാണ് ഈ കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നിട്ടുള്ളത്. പ്രധാനമായും 2 വിഷയങ്ങൾ തന്നെയാണ് ഇതിൽ ചർച്ചയാവുന്നത്. ഒന്ന്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം വിലയിരുത്തുക എന്നുള്ളതാണ്. അത് വളരെ വിശദമായി തന്നെ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ, അതായത് കഴിഞ്ഞ 2 ടേമുകളിലായി 10 വർഷത്തോളമായി LDF സർക്കാർ സംസ്ഥാനത്ത് ഭരണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ നിലയിലുള്ള ഒരു ജനോപകാരപ്രദമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് LDF സർക്കാരിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. നിരവധി ആളുകൾക്ക് ഈ ഭവന പദ്ധതികളാണെങ്കിലും മറ്റ് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഉൾപ്പെടെ സംസ്ഥാനം കൈവരിച്ച വലിയ നേട്ടങ്ങളുണ്ട്. ഇതെല്ലാം തന്നെയാണ് കഴിഞ്ഞ ഒരു ഭരണ തുടർച്ച LDFന് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് കഴിഞ്ഞ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്ത് ഭരിച്ച പാർട്ടിക്കെതിരെ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പൊതു വിലയിരുത്തലായി ഉയർന്നിട്ടുള്ളത്. അത് നമുക്ക് ആ ഫലം പരിശോധിച്ചാൽ, അതായത് ആ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. 7 ജില്ലാ പഞ്ചായത്തുകൾ ഇപ്പോഴും, അതായത് ഒപ്പത്തിനൊപ്പമാണ്. 7 ജില്ലാ പഞ്ചായത്തുകൾ UDF ഭരിക്കുമ്പോൾ 7 ജില്ലാ പഞ്ചായത്തുകൾ LDFനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നിലയിൽ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുക. അതാണ് നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്തുള്ളത്. അതേസമയം ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ, അതായത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടി എത്രത്തോളം ശക്തമായി തന്നെ നിൽക്കുന്നു, പാർട്ടിയുടെ അടിത്തറ എത്രത്തോളം ഭദ്രമായി നിൽക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വിവേചനപരമായ ഒരു സമീപനമുണ്ട്. അത് സാമ്പത്തികമായി ഉൾപ്പെടെ ഇത്തരം സംസ്ഥാനങ്ങളെ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന നിലയിലേക്കുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാർ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ലേബർ കോഡ് ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് നിലവിൽ രാജ്യം ഭരിക്കുന്നത്. ആ കേന്ദ്ര സർക്കാരിനെതിരായി നിലവിൽ സംസ്ഥാനത്ത് നിരവധിയായ സമര പ്രക്ഷോഭ പരിപാടികൾക്ക് CPIMും അതുപോലെ തന്നെ LDFും നേതൃത്വം നൽകുന്നുണ്ട്. അത്തരം പരിപാടികളെല്ലാം തന്നെ നടന്നു വരുന്നൊരു ഘട്ടം കൂടിയാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ദേശീയ തലത്തിൽ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിക്കുകയാണ്. അതിനുശേഷം ജനറൽ സെക്രട്ടറി MA ബേബി ഇത് സംബന്ധിച്ച്, അതായത് കേന്ദ്ര കമ്മിറ്റി യോഗം കൈക്കൊണ്ട തീരുമാനങ്ങളെ സംബന്ധിച്ചും മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ ജനങ്ങളെ അറിയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി കമലേഷ്, ആ ഒരു വാർത്താ സമ്മേളനത്തിലൂടെയാവും ഈ ഒരു കേന്ദ്ര കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മളിലേക്ക് എത്തുക. കമലേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.